നമസ്കാരം. ഭക്ഷണപ്രേമികളുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കാതെ ഇന്ത്യൻ കോഫി ഹൗസ് പുതിയ തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഭക്ഷണപ്രേമികളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ബീഫ് വളരെ രുചികരമായിട്ട് പാചകം ചെയ്ത് വിതരണം ചെയ്യുവാനുള്ള തീരുമാനമാണ് അവരെടുത്തിരിക്കുന്നത്. ബീഫ് എന്ന് പറഞ്ഞാൽ പോത്തിറച്ചി ഇന്ത്യൻ കോഫി ഹൗസിലെ ചില ബ്രാഞ്ചുകളിൽ നേരത്തെ തന്നെ വിതരണം ചെയ്യുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഇന്ത്യൻ കോഫി ഹൗസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പോത്തിറച്ചി മാത്രമല്ല, ഇനി മുതൽ പശുവിൻ്റെയും കാളയുടെയും ഒക്കെ ഇറച്ചി വിതരണം ചെയ്യാം എന്നുള്ള തീരുമാനത്തിലൂടെയാണ് അവരെത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ട് അവർ പറയുന്നത്, നാളിതുവരെ അവിടുത്തെ കസ്റ്റമറായിട്ടുള്ള അവിടുത്തെ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളുടെ പരാതിയെ തുടർന്നാണ് മുമ്പ് വിതരണം ചെയ്തുകൊണ്ടിരുന്ന ബീഫ് പിന്നെ വിതരണം നിർത്തിയത്. പക്ഷേ ഇപ്പോൾ വിതരണം ചെയ്യുവാനുണ്ടായിട്ടുള്ള പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ, അനന്തപുരി രുചി കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ കേരളത്തിൽ ബീഫിന് നിരോധനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വരികയും ആ പോസ്റ്റിനെ തുടർന്ന്, ബീഫ് നിരോധനം എന്നുള്ള ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളും ചർച്ചകളുമൊക്കെ ഇത്തരത്തിൽ ബീഫ് നിരോധനം ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കോഫി ഹൗസിനെ പ്രേരിപ്പിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ബീഫ് വിതരണം ചെയ്തുകൊണ്ട് ഈ നിരോധനമില്ല എന്നുള്ള സാഹചര്യം പൊതുസമൂഹത്തെ വ്യക്തമാക്കുവാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇവർ ഈ ഒരു സംരംഭത്തിന് തുനിയുന്നത് എന്നൊക്കെയാണ് ഇതിൻ്റെ ബോർഡ് വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് കലാമണ്ഡലത്തിൽ ചിക്കൻ ബിരിയാണി വിതരണം ചെയ്തതിനെക്കുറിച്ചുള്ള വാർത്തകളും നാം പറഞ്ഞു കേട്ടു. അപ്പോൾ കേരളത്തിൽ നിരന്തരമായിട്ട് ഹിന്ദു ധർമ്മ വിശ്വാസികളായിട്ടുള്ള സമൂഹത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും പകൽ പോലെ വ്യക്തമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ കലാമണ്ഡലത്തിൽ ചിക്കൻ ബിരിയാണി എന്നുള്ള വാർത്തയെ സംബന്ധിച്ചായാലും ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൽ പശുവിനെയും കാളയെയും ഭക്ഷണ പദാർത്ഥമാക്കി വിതരണം ചെയ്യും എന്നുള്ള പരസ്യ പ്രഖ്യാപനമായാലും ഒക്കെ തന്നെ അതിനെയെല്ലാം സംരക്ഷിച്ച് പിടിക്കുവാൻ വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭരണ സംവിധാനവും അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളും കൂടി ശക്തമായിട്ട് വേരുപിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ കേരളം എന്നുള്ളത് നമ്മുടെ ഹിന്ദു സമൂഹം വളരെ ജാഗ്രതയോട് കൂടിയിട്ട് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വിഷയത്തെ നേരിടണമെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹിന്ദു സമാജം തന്നെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള സനാതന ധർമ്മ വിശ്വാസികളായിട്ടുള്ള ഓരോ വ്യക്തികളും അവരവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ബീഫ് ഇത്തരത്തിൽ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന്, ഇന്ത്യൻ കോഫി ഹൗസ് ആയിക്കൊള്ളട്ടെ മറ്റേത് സ്ഥാപനമായിക്കൊള്ളട്ടെ, ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു നിലപാട്, ആ നിലപാട് സ്വീകരിക്കൽ വഴി ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ പല ഹിന്ദു സംഘടനാ പ്രവർത്തകർ പോലും ഒരു വ്യക്തമായിട്ടുള്ളൊരു അജണ്ട ഇല്ലാതെ, മനസ്സിൽ കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമില്ലാതെ പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങളെ നോക്കിക്കാണുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നാളിനി മുതൽ നമ്മുടെ മനസ്സിൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട്, ഹിന്ദു വിരുദ്ധമായിട്ട് ഹിന്ദു സമാജത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ സ്ഥാപനങ്ങളിൽ നിന്ന് നാളിനി മുതൽ ഞാൻ ആഹാരം കഴിക്കില്ല എന്നൊരു തീരുമാനമെടുത്താൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഇന്ത്യൻ കോഫി ഹൗസ് അല്ല, ഇത്തരത്തിലുള്ള നിലപാടെടുത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനത്തെയും അവരുടെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതുമാത്രമാണ് നമ്മുടെ മുന്നിലുള്ള കേരളം പോലുള്ള സംസ്ഥാനത്തിലെ ഏക പോംവഴി. നന്ദി, നമസ്തേ.